അതെ, എന്താണ് ഈ കോപ്പിറൈറ്റ്? അതെങ്ങനെയാണ് നമ്മളെ ബാധിക്കുക? ബ്ലോഗിംഗ് ആയിട്ടും അല്ലാതെയും യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഒക്കെ വീഡിയോ ചെയ്യുന്നവർ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അറിയാത്തവര് കാണുക. നമസ്കാരം പ്രിയപ്പെട്ടവരെ. ഒരു ഫ്രണ്ടിന് സംശയം കാണിക്കാം. എനിക്ക് അറിയേണ്ടത് കോപ്പിറൈറ്റിനെ കുറിച്ചിട്ടാണ്. എന്താണ് ഈ കോപ്പിറൈറ്റ്? എങ്ങനെ നമ്മളെ ബാധിക്കും? ഞാനൊരു വീഡിയോ ഫേസ്ബുക്കിൽ നിന്ന് എടുത്ത് അപ്ലോഡ് ചെയ്തപ്പോൾ അറിയിപ്പ് വന്നിരുന്നു, ഒരു വീഡിയോ രൂപത്തിൽ പറഞ്ഞു തരൂ. ഇങ്ങനെ ഒരുപാട് പേര് കമന്റ് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താണ് ഈ കോപ്പിറൈറ്റ്? നമ്മൾ ഒരുപാട് പേരുടെ വീഡിയോയിൽ പോസ്റ്റിൽ കമന്റ് ഒക്കെ കണ്ടിട്ടുണ്ടാകും. കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടി, വീഡിയോ ബ്ലോക്കായി, മ്യൂസിക് ക്ലെയിം വന്നു എന്നൊക്കെ. എന്താണ് ഈ സംഭവങ്ങളൊക്കെ? ഇതറിയാതെ പലരും വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ പ്രശ്നത്തിൽ ചെന്ന് പെടാറുണ്ട്. എക്സാമ്പിൾ ആയിട്ട് പറയാം, നിങ്ങൾ കഷ്ടപ്പെട്ട് ഒരു പാട്ട് എഴുതി എന്ന് കരുതുക, അല്ലെങ്കിൽ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് എഡിറ്റ് ചെയ്തു എന്ന് കരുതുക. അത് നിങ്ങളുടെ മാത്രം സൃഷ്ടിയാണ്, അല്ലെ? നിങ്ങളുടെ സ്വന്തം സൃഷ്ടി. ആ സൃഷ്ടിക്കുള്ള നിയമപരമായ അവകാശമാണ് കോപ്പിറൈറ്റ് എന്ന് ഈസി ആയിട്ട് പറയാം. എന്ന് വെച്ചാൽ വിശദമായിട്ട് പറയുകയാണെങ്കിൽ, ഒരു വ്യക്തി സ്വന്തം കഴിവും സമയവും വെച്ചുണ്ടാക്കിയ വീഡിയോ, ഫോട്ടോ, സോങ്, സ്റ്റോറി, ഡിസൈൻ ഇതെല്ലാം അവരുടെ അനുമതി ഇല്ലാതെ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള നിയമാവകാശമാണിത്. പലരും ചിന്തിക്കുന്ന ഒരു കാര്യം ഇതാണ്, ഇന്റർനെറ്റിൽ കണ്ടതല്ലേ, അത് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും എന്നൊക്കെയാണ്. അങ്ങനെയാണോ? അത് തെറ്റാണ്. ഇന്റർനെറ്റിൽ കാണുന്നതെല്ലാം ഫ്രീ ആണ് എന്നുള്ളതില്ല. അത് സൃഷ്ടിച്ച ആള് അനുമതി തന്നാൽ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് എന്നൊക്കെ തുടങ്ങി എല്ലാ സോഷ്യൽ മീഡിയയിലും മറ്റൊരാളുടെ വീഡിയോ, മ്യൂസിക്, ഫോട്ടോ ഒക്കെ എടുത്ത് നിങ്ങളൊരു പോസ്റ്റ് ഇട്ടാൽ അതിന് കോപ്പിറൈറ്റ് ഇഷ്യൂസ് വരാം. നിങ്ങളൊരു വ്ളോഗർ ആണെങ്കിലും അല്ലെങ്കിലും വേറൊരാളുടെ ഒരു സൃഷ്ടി എടുത്തിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് പോസ്റ്റ് ചെയ്താൽ വീഡിയോ മ്യൂട്ട് ആകാം, വീഡിയോ റിമൂവ് ആകാം, അക്കൗണ്ടിൽ വാണിംഗ് വരും, യൂട്യൂബിൽ സ്ട്രൈക്ക് വരും, മോണിറ്റൈസേഷനും പോകാൻ ചാൻസ് ഉണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ അക്കൗണ്ട് തന്നെ എന്നേക്കുമായിട്ട് ഡിലീറ്റ് ആകാനും സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പല സിനിമ പാട്ടുകളൊക്കെ എടുക്കുമ്പോൾ കോപ്പിറൈറ്റ് പ്രശ്നം വരുന്നത്. അപ്പൊ എന്ത് ചെയ്യും? നമുക്ക് ഈ ഷോർട്ട് വീഡിയോസ് എന്ന് പറയില്ലേ, ഇപ്പൊ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും 1.5 മിനിറ്റ് വരെയുള്ള വീഡിയോ ഷോർട്ട് വീഡിയോയാണ്. ഞാൻ ഈ ചെയ്ത ലെവലില് പോർട്രേറ്റ് മോഡില്. യൂട്യൂബിലാണെങ്കിൽ അത് 1 മിനിറ്റ് വരെയാണ്. ഈ പറഞ്ഞ സമയത്തിനുള്ളിൽ പെടുന്ന വീഡിയോ അല്ലെങ്കിൽ പോസ്റ്റുകളാണെങ്കിൽ നിങ്ങൾക്ക് ഫേസ്ബുക്കില്, ഇൻസ്റ്റാഗ്രാമില്, യൂട്യൂബിലൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ആഡ് മ്യൂസിക് എന്നുള്ളത് കാണും. അങ്ങനെ അതിൽ നിന്ന് കിട്ടുന്ന സോങ്സ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതിനെ ഷോർട്ട് പോളിസി എന്ന് പറയും. അതിന് വലിയ ഈ മോണിറ്റൈസേഷൻ ഇഷ്യൂസ് വരാറില്ല. എന്നാലും ചില സമയങ്ങളിൽ ഫേസ്ബുക്കിലൊക്കെ അത് വരാറുണ്ട്. അങ്ങനെ നിങ്ങൾ ഉപയോഗിക്കുന്നതിൽ പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിൽ തന്നെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള സൊല്യൂഷൻ അതിൽ കാണാൻ പറ്റും. ആക്സെപ്റ്റ് ചേഞ്ചസ് എന്നൊക്കെ കാണാൻ പറ്റും. അങ്ങനെ ചെയ്തു നോക്കുക. എന്നിട്ട് പറ്റിയിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ ആ പോസ്റ്റ് റിമൂവ് ചെയ്യുക. ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയകളിൽ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് മാത്രം ഇടാൻ ശ്രദ്ധിക്കുക. ഈ അക്കൗണ്ട് പോവാന്ന് പറയുന്ന സമയത്ത് ബ്ലോഗിംഗ് ചെയ്യാത്തവരുടെ കാര്യമാണെങ്കിലും അവർ അത്രയും കാലം പോസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ സംഭവങ്ങളും പോകും. അക്കൗണ്ട് തന്നെ നഷ്ടമാകാൻ സാധ്യതയുണ്ട്.